ഒരു 10 ദിവസം ഔലിയാക്കളും കറാമത്തും എന്ന വിഷയം ഇവിടെ വെച്ചാലും മുതഅല്ലിമായ ഞാൻ സംസാരിച്ചാൽ തന്നെ പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്ര വലിയ സംഭവങ്ങൾ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലേ? വിജ്ഞാനത്തിന്റെ ലോകം വളരെ വിശാലമല്ലേ? ഇമാമിയങ്ങൾ എഴുതിയ കിതാബുകൾ അതിൽ എത്രയോ വിശാലമാണ്. യൂസുഫ് നബ്ഹാനി റഹിമഹുള്ളാഹ് ഒരു ഗ്രന്ഥമുണ്ട്, ജാമിഉ കറാമാത്തിൽ ഔലിയാ, ഔലിയാക്കളുടെ കറാമത്തുകളുടെ സമാഹാരമാണ്. ആ ഗ്രന്ഥം മാത്രം വെച്ചുകൊണ്ട് എത്രയോ ദിവസം വഅ്ദ് പറയാനുണ്ട്. ഇതുപോലെ ഇമാമിയങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങൾ ഏറെയാണ്. അറിയുമോ ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി തങ്ങൾ എങ്ങനെയാ ജയിലിൽ നിന്ന് പുറത്തുപോയത്? അതേ, അള്ളാഹുവിനെ അനുസരിച്ച ഔലിയാക്കൾക്ക് അള്ളാഹു നൽകിയ ബഹുമാനമാണ്. അവർക്ക് പേടിയില്ല, അവർക്ക് ഭയമില്ല. പോലീസ് വരുമോ, പട്ടാളം വരുമോ, രാജാവ് വരുമോ, പ്രധാനമന്ത്രി വരുമോ, ഒരൊറ്റ പേടിയും അവരെ അലട്ടുന്നില്ല. വരട്ടെ. ബഹുമാനപ്പെട്ട ഹമ്മാദ് ബിൻ സലമ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ഹമ്മാദ് ബിൻ സലമ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ബസ്റയിലെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് ബിൻ സുലൈമാൻ ഹമ്മാദ് ബിൻ സലമ റളിയല്ലാഹു അൻഹുവിന് ഒരു കത്തെഴുതി, സബ്ബഹകല്ലാഹു ബിമാ സബ്ബഹ ബിഹി ഔലിയാഅഹു വഅഹ്ല തഅതിഹി. നിങ്ങൾക്ക് നല്ലതു വരട്ടെ, സുപ്രഭാതം നേർന്നു. എന്നിട്ട് അദ്ദേഹം എഴുതി, വഖഅത്ത് മസ്അല, ഒരു ചോദ്യമുണ്ട്, ഫഅതിനാ നസ്അലുക അൻഹാ, ഒരു സംശയം തീർക്കാനുണ്ട്, നിങ്ങൾ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ബസ്റയിലെ ഭരണാധികാരിയായ മുഹമ്മദ് ബിൻ സുലൈമാൻ ഹമ്മാദ് ബിൻ സലമ എന്ന മഹാനായ പണ്ഡിതനെ എഴുതി. ഹമ്മാദ് ബിൻ സലമ തങ്ങൾ അവിടുന്ന് അതാ പേന എടുക്കുന്നു. എന്നിട്ട് എഴുതുകയാണ്, ഇന്നാ അദറക്നൽ ഉലമാ വഹും ലാ യഅതൂന അഹദാ. ആലിമീങ്ങൾ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നിടത്തേക്ക് പോയി നടക്കാനുള്ള ആളുകളല്ല. നിങ്ങൾക്ക് വല്ല സംശയവുമുണ്ടെങ്കിൽ ഫഅതിനാ വസ്അൽനാ അമ്മാ ബദാലക വഇന്ന തൈതനി ഫലാ തഅതിനി ഇല്ലാ വാഹിദാ. ബസ്റയിലെ ഭരണാധികാരിക്ക് ഹമ്മാദ് ബിൻ സലമ എന്നവർ എഴുതാണ്. ഇങ്ങനെ ഭരണാധികാരി വിളിക്കുമ്പോ കൊട്ടാരത്തിൽ കയറിയിട്ട് മതം പറയാൻ ഇങ്ങനെ കയറിയിറങ്ങി നടക്കുന്നവരല്ല ഞങ്ങൾ. നിങ്ങൾക്ക് അത്ര വലിയ അത്യാവശ്യമാണ് വിവരമറിയേണ്ടതെങ്കിൽ ഇങ്ങോട്ട് വരണം. ഒന്നാലൊരു നിബന്ധനയുണ്ട്, നിങ്ങളുടെ കൊട്ടാരവും നിങ്ങളുടെ വെപ്പാട്ടികളും നിങ്ങളുടെ കുതിരയും നിങ്ങളുടെ ആനയും ഇതെല്ലാം കൊണ്ടൊന്നും ഇങ്ങോട്ട് വരാൻ പാടില്ല. ഒറ്റയ്ക്ക് വന്നുകൊള്ളണം. കാര്യം ഞാൻ പറഞ്ഞു തരാം. അതാണ് തലയെടുപ്പുള്ള പണ്ഡിതനായ വലിയായ സയ്യിദുനാ ഹമ്മാദ് ബിൻ സലമ റളിയല്ലാഹു അൻഹു അങ്ങ് പറയുകയാണ്. രാജാവ് വന്നു. ബഹുമാനപ്പെട്ട ഹമ്മാദ് ബിൻ സലമ റളിയല്ലാഹു അൻഹു വിവരം ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തു. രാജാവ് ഒരു കിഴിയെടുത്തിട്ട് ബഹുമാനപ്പെട്ട ഹമ്മാദ് ബിൻ സലമയ്ക്ക് നൽകി. അപ്പോൾ പറഞ്ഞു, എടോ, നിന്റെ ഖജനാവിലെ പണമൊന്നും എനിക്ക് ആവശ്യമില്ല. നീ കൊണ്ടുപോയി നീ ആക്രമിച്ചവർക്ക് പരിഹാരമായി കൊടുത്തോ. അക്രമിയായ ഭരണാധികാരിയല്ലേ നിങ്ങൾ, അതുകൊണ്ട് അക്രമത്തിനിരയായവർക്ക് പരിഹാരമായി കൊടുത്തോ, അല്ലാതെ എനിക്ക് ആവശ്യമില്ല. ഉടനെ ഹമ്മാദ് ബിൻ സലമയോട് മുഹമ്മദ് ബിൻ സുലൈമാൻ എന്നവര് പറയാണ്, ഭരണാധികാരി പറയാണ്, ഓ ഹമ്മാദ് എന്നവരെ, ഇത് ഞാൻ ഖജനാവിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്ന പൈസയല്ല, ഇത് ഞാൻ ഖജനാവിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന പൈസയല്ല, എനിക്ക് അനന്തരമായി കിട്ടിയ പ്യുവറായ സംഖ്യയാണ്. അതുകൊണ്ട് നിങ്ങൾക്കിത് സ്വീകരിക്കാം. ഉടനെ മഹാനായ ഹമ്മാദ് ബിൻ സലമ തങ്ങൾ പറയാണ്, എന്നാലും എനിക്ക് ആവശ്യമില്ല. നീ പാവപ്പെട്ടവർക്കോ അവകാശികൾക്കോ കൊടുത്തോ, എനിക്കൊരു പണക്കാരന്റെ കിഴിയും വേണ്ട, ഒരു രാജാവിന്റെ ഇനാമും വേണ്ട, ഒരു രാജാവിന്റെ സമ്മാനവും വേണ്ട, ഒരു തമ്പുരാന്റെയും കാല് നക്കിയിട്ട് ജീവിക്കാനല്ല ഞങ്ങൾ ഇവിടെ ഉള്ളത്. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഞങ്ങൾ ശബ്ദിക്കും, അതാണ് ഞങ്ങളുടെ അജണ്ട. അല്ലാതെ താൽക്കാലിക ആസ്വാദനത്തിന് വേണ്ടി ജീവിക്കുന്നവരല്ല. പള്ളിയിൽ നിൽക്കുന്ന ഖതീബുമാരിതറിയണം, അള്ളാഹുവിന്റെ ദീൻ
മറച്ചു വെക്കാൻ പാടില്ല. ഒരു പള്ളിയിൽ ജോലിയില്ലേ, അടുത്ത പള്ളിയിൽ അല്ലാഹു റിസ്ക് നൽകുന്നതാണ്. നമുക്ക് മതം മാറ്റി വെക്കേണ്ടതില്ല. നമ്മുടെ നാട്ടിലെ എല്ലാ ഖതീബുമാരും ഓഡിറ്റോറിയത്തിൽ പോയി ആണും പെണ്ണും ബഹളമുണ്ടാക്കുന്നിടത്ത് ആ സ്റ്റേഡിയത്തിലെ ഓഡിറ്റോറിയത്തിന്റെ പ്ലാറ്റ്ഫോമിൽ കയറി പൂത്തിരി കത്തിക്കുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴും നിക്കാഹ് ചെയ്തു കൊടുക്കാൻ മുസ്ലിയാമാര് തയ്യാറായത് കൊണ്ടല്ലേ ഇവിടെ സാധാരണക്കാരതിൽ വളർന്നു പോയത്. എല്ലാ മുസ്ലിയാക്കന്മാരും ഒന്ന് വിട്ടുനിന്നാൽ ആളുകൾ അതിലേക്ക് തയ്യാറാകുമോ? പോരാട്ടം നടത്തേണ്ട കാലം കഴിഞ്ഞു. അത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാകണം. പക്ഷേ ഇന്നൊരു പ്രശ്നം എന്താണ്? ചില ധിക്കാരികളുണ്ട്, മൊയ്ലിയാരെ ഞങ്ങളെ കെട്ടിച്ചേർന്നില്ലെങ്കിൽ ഞങ്ങളങ്ങ് പോയി കളയും. അങ്ങനെയുള്ള സ്ഥലത്ത് ചിലപ്പോ കുടുങ്ങിയിട്ട് ചില ആളുകൾ ചെയ്തു കൊടുക്കുന്നുണ്ടാകാം. പക്ഷേ മഹലിന്റെ കാരണവന്മാരെ അള്ളാഹുവിന്റെ ദീന് നടത്തിയില്ലെങ്കിൽ എല്ലാ പ്രസിഡന്റും റബ്ബിന്റെ കോടതിയിൽ കുറ്റക്കാരനാണ്. എല്ലാ സെക്രട്ടറിമാരും അള്ളാഹുവിന്റെ മുമ്പിൽ ചോദിക്കപ്പെടുന്നവരാണ്. എല്ലാ ഖതീബുമാരും എല്ലാ മുതഅല്ലിമീങ്ങളും എല്ലാ ആലിമീങ്ങളും എല്ലാ പ്രസംഗകന്മാരും റബ്ബിന്റെ മുമ്പിൽ ചോദിക്കപ്പെടുന്നവരാണ്. എന്തിനാണ് നിങ്ങളെ അല്ലാഹു തആല ഇത്തരം സ്ഥാനങ്ങൾ നൽകിയത്? ഹഖായ ദീനങ്ങ് തുറന്നു പറയാനല്ലേ. നമുക്ക് ഭക്ഷണം നൽകുന്നവൻ അല്ലാഹുവാണ്, അല്ലാതെ ഒരു സൃഷ്ടിയുമല്ല. സൃഷ്ടികളിലൂടെ അല്ലാഹു നൽകുന്നു എന്നേ ഉള്ളൂ. ഒരു സ്ഥലത്ത് കിട്ടിയില്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് തരും. കണ്ടില്ലേ, അതാ പാരാവാരം പോലെ കിടക്കുന്ന വിശാലമായ മരുഭൂമിയിലെ ജീവികൾക്ക് ഭക്ഷണം നൽകുന്നവനാരാണ്? ഒരു ജോലിയുമില്ല, ഒരു ഓഫീസിലെ എംപ്ലോയിയുമല്ല. അങ്ങനെയുള്ള പറവകൾ കണ്ടില്ലേ, അതാ മരങ്ങളുടെ മേലെ ഇരിക്കുന്നു. അവര് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനുമല്ല, ഒരു പ്രൈവറ്റ് കമ്പനിയിലെ ജോലിക്കാരുമല്ല. അവർക്ക് ഭക്ഷണം നൽകുന്നവനാരാണ്? ജല്ല ജലാലായ റബ്ബ് തന്നെ. പിന്നെ തവക്കുലില്ലാതെ പോയോ മോനെ? അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം കുറഞ്ഞു പോയോ? റബ്ബ് വെച്ച റിസ്ക് തടയാൻ ഒരൊറ്റയാൾക്കും സാധ്യമല്ല. അപ്പോഴെന്ത് വേണം? അള്ളാഹുവിന്റെ ദീൻ തുറന്നു പറയണം. അത് നയപരമായി നടപ്പിലാക്കണം. അല്ലാതെ തെറ്റിന് കൂട്ടുനിൽക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഹൈദറൂസ് ഉസ്താദ് അവർകൾ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഒരു പള്ളിയിൽ തെറ്റായ നിക്കാഹ് നടന്നപ്പോൾ, അതായത് ഒരു കല്യാണത്തിന് ശരിയായ നിക്കാഹ് നടന്നില്ല. ഒരാൾ എഴുന്നേറ്റ്, ഇതാ എന്റെ മോളെ നിനക്ക് തന്നു. അപ്പോ എന്നെ പറഞ്ഞു, നിന്റെ മോളെ ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ജാടയിൽ നടന്നു പോയപ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവർകൾ നേരിട്ട് അവിടുത്തെ പള്ളിയിലെ ഖതീബിനെ പോയി കണ്ടു. നമ്മുടെ തെക്കൻ കേരളത്തിലെ സംഭവമാണ് ഞാൻ പറയുന്നത്. അയാളോട് വസ്തുതകൾ ചോദിച്ചു. പുതിയാപ്പിളയുടെ വീട്ടിൽ പോയി എല്ലായിടത്തും അന്വേഷിച്ചിട്ട് അയാളോട് പോയി പറഞ്ഞു, നിങ്ങളുടെ ഈ നടത്തി കൊടുത്ത നിക്കാഹ് ശരിയായിട്ടില്ല. വീട്ടുകാരോട് പറഞ്ഞു, നിക്കാഹ് ആയിട്ടില്ല, അങ്ങനെ ജീവിക്കാൻ അനുവദിച്ചുകൂടാ. അവസാനം ആരും പരിഹരിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ പള്ളി കമ്മിറ്റിക്കാരോട് പറഞ്ഞു, ഈ നിക്കാഹ് ശരിയല്ല. കമ്മിറ്റിക്കാർ പറഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞിട്ട് എക്സിക്യൂട്ടീവ് ഉണ്ട്. അപ്പോഴേക്ക് ഇവിടെ ഒരു അന്യപെണ്ണും അന്യസ്ത്രീയും പുരുഷനും ഇവിടെ ഒരുമിച്ച് ജീവിച്ചു കഴിയും. അതിന്റെ ഗൗരവം അവർ അറിയുന്നില്ല. തെക്കൻ കേരളത്തിലെ ഒരു പള്ളിയിലെ ഒരു ഖതീബിനോട് വന്നിട്ട് പറഞ്ഞു, ഇതാ ഒരാളുടെ കീഴിൽ കഴിയുന്ന പെണ്ണ്, അവർ ഔദ്യോഗികമായി ഒരു പുരുഷന്റെ ഭാര്യയാണ്. തലാഖും നടന്നിട്ടില്ല, ഫസ്ഖും നടന്നിട്ടില്ല. ആ പെണ്ണിന് മറ്റൊരു നിക്കാഹ് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഖതീബ് പറഞ്ഞു, പറ്റൂല, ശറഅ അനുസരിച്ച് പറ്റൂല. അപ്പൊ പ്രസിഡന്റ് പറഞ്ഞു, നിങ്ങൾ നടത്തിയില്ലെങ്കിൽ നിക്കാഹ് നടക്കും. ആ പെണ്ണിനെ കെട്ടിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരാ, ഇതുപോലെ ഒരുപാട് അനർത്ഥങ്ങൾ പല നാട്ടിലും നടക്കുന്നില്ലേ? ദീനീയായ ഒരു വിഷയം പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ അടുക്കിലേക്ക് വന്നാൽ അയാൾക്ക് കൃത്യമായ വിവരമില്ലാത്ത വിഷയമാണെങ്കിൽ അത് ആലിമിനോട് ചോദിക്കണം, പള്ളിയിലെ ഖതീബിനോട് ചോദിക്കണം. ചിലപ്പോൾ അദ്ദേഹവും പറയും, എന്റെ ഉസ്താദിനോട് ചോദിക്കണമെന്ന്. അങ്ങനെ തന്നെയാണ് ഇൽമി. എല്ലാ ഇൽമുമുള്ള ആരും ഇല്ല. ഫൗഖ കുല്ലി ദീ ഇൽമിൻ അലീം. എല്ലാ വിവരമുള്ളവരുടെയും മേലെ വിവരമുണ്ട്.
എന്നോട് ചോദിച്ചാൽ എനിക്കറിയാത്തതാണെങ്കിൽ ഞാൻ എന്റെ സഹപാഠികളിൽ നിന്ന് നല്ല വിവരമുള്ളവരോട് ചോദിക്കും, അല്ലെങ്കിൽ എന്റെ ഉസ്താദുമാരോട് ചോദിക്കും, സമാനരായ അലിമീങ്ങളോട് ചോദിക്കും. അങ്ങനെ ചോദിച്ചിട്ട് വേണം പറയാൻ. വിവരമില്ലാത്തത് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ നമ്മൾ കളവ് പറയലല്ലേ, തെറ്റായി പോകും. ചിലപ്പോ അങ്ങനെ അന്വേഷിക്കേണ്ടി വരും. ഏതായാലും അള്ളാഹുവിന്റെ ദീൻ അതറിഞ്ഞുകൊണ്ടല്ലേ കൈകാര്യങ്ങൾ നടത്താൻ പാടുള്ളൂ. ഇന്ന് അങ്ങനെയുള്ള അജണ്ടകൾ പല സ്ഥലത്തു നിന്ന് മാറിപ്പോയി. ഹമ്മാദ് ബിൻ സലമ റളിയല്ലാഹു അൻഹു ആരെയാണ്? ഭരണാധികാരിയോട് പറയാണ്, നിങ്ങളുടെ ഓശാരമൊന്നും എനിക്ക് ആവശ്യമില്ല. കണ്ടില്ലേ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ കാണാൻ അന്നത്തെ ഒരു ഭരണാധികാരി വന്നു, ഒരു 10 ചാക്കിൽ സമ്മാനവും കൊണ്ടാ വന്നത്. മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞു, എനിക്കിതൊന്നും ആവശ്യമില്ല. അല്ല, ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നില്ലേ, ഇത് നിങ്ങൾ എടുക്കണം. ഇമാമിങ്ങൾ കിതാബിൽ എഴുതിയില്ലേ, അദ്ദേഹം കണിശത വെച്ചുകൊണ്ട് നിർബന്ധം പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങൾ അതിൽ നിന്നൊരു പാക്കറ്റിംഗ് എടുത്തിട്ട് അങ്ങ് പിഴിഞ്ഞു. രക്തമതാ വാർന്നു വീഴുന്നു. എടാ ഭരണാധികാരി, നീ പൊതു ഖജനാവിൽ നിന്ന് ജനങ്ങളെ വഞ്ചിച്ചിട്ടല്ലേ എനിക്ക് സമ്മാനം കൊണ്ടുവന്നത്? ആവശ്യമില്ല. അതാണ് മഹാനായ ഗൗസുൽ ആലം തങ്ങൾ, ഏകൽ കൂടാതെ ഞാനൊന്നുമേ ചൊല്ലില്ല, എന്നാണ് നിന്നെ പടച്ചെന്ന് ചൊന്നോവാർ. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമം ഒരാളെയും ഭയക്കാതെ പറയാൻ കഴിയണം. അതിനപ്പുറത്തുള്ള അഡ്ജസ്റ്റ്മെന്റ് അല്ലേ നമുക്ക് ജീവിതത്തിന് വേണ്ടൂ. അടുത്ത സെക്കൻഡ് അങ്ങ് മരിച്ചാലും ഈമാനിന് വേണ്ടി ജീവിച്ചൊരു പുലിക്കുട്ടിയായി മരിക്കണം. അതാണ് യഥാർത്ഥമായ നിലപാട് കേട്ടോ. വരട്ടെ, ചില ആളുകൾ വിചാരിക്കും, ഞാൻ എന്തിനാ ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കുന്നത്? ഹക്കും ബാത്തിലും കൂടി തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോൾ ഹക്ക് പറയൽ ആലിമിന്റെ ബാധ്യതയാണ്, മുതഅല്ലിമിന്റെ ബാധ്യതയാണ്. അവിടെ ചിലപ്പോൾ സംസാരമുണ്ടാകാം, അവിടെ ചിലപ്പോൾ ശബ്ദമുണ്ടാകാം. എന്നാലും ദീനങ്ങ് മറഞ്ഞുപോയാൽ എന്താ ചെയ്യുക? അതുകൊണ്ട് ശക്തമായ നിലക്കു തന്നെ അള്ളാഹുവിന്റെ ദീൻ പറയണം കേട്ടോ. വരട്ടെ, ബഹുമാനപ്പെട്ട ഹമ്മാദ് ബിൻ സലമ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, എന്തേ പ്രിയപ്പെട്ടവരെ ഒരു ഭരണാധികാരിയോട് നിങ്ങൾക്ക് ഇതൊന്നും പറയാൻ പേടിയില്ലാഞ്ഞത്? ഭരണാധികാരിയോടാ പറഞ്ഞേ, നിന്റെ ഓശാരവും സമ്മാനവും ഒന്നും വേണ്ട, കൊണ്ടുപോയിക്കോന്നു. അപ്പോൾ കൂടെയുള്ള ശിഷ്യന്മാര് ചോദിച്ചു, ഓ ഹമ്മാദ് ബിൻ സലമ തങ്ങളെ, നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു ഇത് പറയാൻ? മഹാനവറുകൾ പറയാണ്, സാബിത്തുൽ ബുന്നാനി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതായി എനിക്കറിയാം. ഇന്നൽ ആലിമ ഇദാ അറാദ ബിഇൽമിൻ വജ്ഹല്ലാഹി അസ്സ വജല്ല ഹാബഹു കുല്ലു ശൈഇ. ഇന്നൽ ആലിമ ഇദാ അറാദ ബിഇൽമിൻ, ഒരു പണ്ഡിതൻ അവന്റെ വിജ്ഞാനം കൊണ്ട് ലക്ഷ്യം വെച്ചാൽ, വജ്ഹല്ലാഹി, അല്ലാഹുവിന്റെ പൊരുത്തൽ ലക്ഷ്യം വെച്ചാൽ, ഹാബഹു കുല്ലു ശൈഇ, എല്ലാം അവനെ ഭയക്കുന്നതാണ്. ഭരണാധികാരികൾ ആലിമീങ്ങളെ കാണുമ്പോൾ എഴുന്നേൽക്കുന്നതാണ്. നമ്മളിങ്ങനെ ഭരണാധികാരികളുടെ വാലയെ നടക്കേണ്ടതില്ല. അവർ വരും, ഇരിക്കുന്നിടത്ത് വരും, അവരാവശ്യങ്ങൾ ഉന്നയിക്കും. അത്രയും വലിയ പ്രൗഢി ആലിമീങ്ങൾക്ക് അല്ലാഹു നൽകും. ഇദാ യറാദ അൻ യക്തനിസ ബിൽ കുനൂസ്, ഇൽമു കൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്നത് പണം സമ്പാദിക്കലാണെങ്കിൽ, അല്ലെങ്കിൽ നിധികളെ കൊയ്യലാണെങ്കിൽ, ഹാബ മിൻ കുല്ലി ശൈഇ, എല്ലാരെയും പേടിച്ചിങ്ങനെ ജീവിക്കേണ്ടി വരും, എല്ലാവരെയും ഭയന്ന് ജീവിക്കേണ്ടി വരും. അതാണ് ഞാൻ അള്ളാഹുവിന്റെ വജ്ഹിനെ മാത്രം ലക്ഷ്യം വെക്കുന്ന ആളാണ്, എനിക്കിവിടെ പേടിയില്ലാതെ വന്നത്. അറിയുമോ ബഹുമാനപ്പെട്ട ഇമാമുന ശഫീഈ റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? സയ്യിദുൽ ഇമാം ശഫീഈ റളിയല്ലാഹു അൻഹു യമനിലെ ഗവർണറായിരിക്കുമ്പോൾ ചില ആളുകൾ പറഞ്ഞു, ഈ മുസ്ലിയാർ ഗവൺമെന്റിനെതിരാണ്, ഈ മുസ്ലിയാർ ഗവൺമെന്റിനെതിരാന്ന് പറഞ്ഞു. അപ്പോൾ യമനിലുള്ള മഹാനായ ഷാഫി ഇമാം തങ്ങളെ ബഗ്ദാദ് എന്ന രാജ്യത്തിന്റെ ക്യാപിറ്റലിലേക്ക് വിളിപ്പിച്ചു ഭരണാധികാരി.
ഷാഫി ഇമാം തങ്ങൾ വന്നു. കുറെ ആളുകളെ മൗലവിമാരെ വിളിപ്പിച്ചിട്ടുണ്ട് അന്നത്തെ ഭരണാധികാരി. കൂട്ടത്തിൽ ചെറുപ്പക്കാരനാണ് ഇമാമുന ഷാഫി റഹിമഹുല്ലാഹ്. ഷാഫി ഇമാമിനോട് പറഞ്ഞു, നിങ്ങൾ ചെറുപ്പക്കാരനല്ലേ, അതുകൊണ്ട് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വിചാരണയ്ക്ക് വിളിക്കാം, അതുകൊണ്ട് നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യണം. ഷാഫി ഇമാം തങ്ങൾ നോക്കിയത് ഇവിടുത്തെ MLA എവിടെയാണ്, ഒന്ന് ശുപാർശ ചെയ്യാൻ. ഇവിടുത്തെ MP എവിടെയാണ്, ഒന്ന് ഒത്താശ തരാൻ. ഷാഫി ഇമാം തങ്ങൾ നോക്കിയില്ല, കാരണം താൻ തെറ്റു ചെയ്യാത്തയാളാണ്. മഹാനവറുകൾ ചോദിച്ചു, ഇവിടെ നല്ല ദർസ് എവിടെ ഉള്ളത്? നോക്കിയപ്പോൾ മദീനയിൽ ഓതുന്ന കാലത്ത് മാലിക് ഇമാമിന്റെ കൂടെ പഠിക്കുമ്പോ സീനിയറായി പഠിച്ച ഒരു മുസ്ലിയാർ ഇവിടെ വലിയ ദർസ് നടത്തുന്നുണ്ട്. ആ ദർസിലേക്ക് ഷാഫി ഇമാം തങ്ങൾ പോയി. ഇമാമുന ഷാഫി റഹിമഹുല്ലാഹ് അവിടെ പോയിരുന്ന് വലിയ വൈജ്ഞാനിക ചർച്ചകൾ തന്നെ. കുറെ ദിവസം കഴിഞ്ഞ് ഊഴം വന്നപ്പോ ഷാഫി ഇമാം തങ്ങളെ ഭരണാധികാരി വിളിച്ചു. ശിഷ്യനായ റബീഅ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എന്റെ നെഞ്ചത്തേക്ക് കയ്യങ്ങ് വെച്ചു. ഷാഫി ഇമാം തങ്ങളെ തല കൊയ്യാനാണ് ഭരണാധികാരി വിളിക്കുന്നത്, ഷാഫി ഇമാമിനെ വെട്ടിക്കൊലപ്പെടുത്താനാണ് വിളിക്കുന്നത്. രാജസന്നിധിയിൽ അതുവരെ വന്ന ഒരുപാട് ആളുകളെ ശിക്ഷിച്ച ഭരണാധികാരിയാണ് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു വിളിച്ചത്. ഞാൻ എന്റെ നെഞ്ചത്തങ്ങ് കൈവച്ചു പോയി. ഷാഫി ഇമാം തങ്ങൾ വലിയ പ്രൗഢിയോടെ അവിടുത്തെ ചുണ്ടിങ്ങനെ അനങ്ങുന്നുണ്ട്. വന്നങ്ങ് കേറി കൊട്ടാരത്തില്. കേറിയപ്പോൾ ഭരണാധികാരി അവിടുന്ന് ചാടി അങ്ങ് എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, ഓ മുഹമ്മദ് ബിൻ ഇദ്രീസ്, വരൂ, ഇരിക്കൂ. വിളിച്ചടുത്തിരുത്തി. രാജ്യത്തിന്റെ ഭരണാധികാരി, പ്രധാനമന്ത്രി അതപോടെ ചരിഞ്ഞിരുന്നു. ഇരുന്നിട്ട് പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നെല്ലാം ക്ഷേമാന്വേഷണം നടത്തിയിട്ട് തിരിച്ചുവിട്ടു. ശിക്ഷിക്കാൻ വിളിച്ചതാണ് ആലിമിനെ, പക്ഷേ കുശലാന്വേഷണം നടത്തി സമ്മാനവും കൊടുത്തു വിടുമ്പോ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയായ ഇമാമുന ഷാഫി റഹിമഹുല്ലാഹ്. അവിടുത്തെ ഖബർ ശരീഫിന്റെ മുമ്പിൽ ഇപ്പോഴും എഴുതി വെച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പ് പോലെ ലോകം മുഴുവനും ഇൽമു കൊണ്ട് നിറച്ച മഹാനേ എന്ന് എഴുതി വെച്ചിട്ടുള്ള നേതാവാണ് ഇമാം ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശഫഈ. അപ്പോൾ ഔലിയാക്കളുടെ കറാമത്ത് കൊണ്ട് ഭരണാധികാരികൾ ഞെട്ടിപ്പോയി, നാടുകൾ കടന്നവര് പോയി. ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി റഹിമഹുല്ലാഹ് രണ്ടാം ശാഫിഈ എന്നറിയപ്പെടുന്ന മഹാനാ. റിയാദുസ് സ്വാലിഹീന്റെ മുസന്നിഫാണ്, രചയിതാവാണ്. ജീവിതകാലം മുഴുവനും ഇൽമിനു വേണ്ടി കഴിച്ചുകൂട്ടിയ മഹാനാ. മഹാനവറുകളോട് അവിടുത്തെ ഗവൺമെന്റ് പറഞ്ഞു, ഗവൺമെന്റിന് അനുകൂലമായ ഒരു ഫത്വ കൊടുക്കണോ? നവവി ഇമാം തങ്ങൾ പറഞ്ഞു, എന്നെ കിട്ടൂലെന്ന്. അപ്പോൾ രാജാവ് ഓർഡർ ഇട്ടു, ഈ മുസ്ലിയാരുടെ ശമ്പളം അങ്ങ് കട്ട് ചെയ്തേക്കണം. അങ്ങനെ അവിടുത്തെ മാനേജറെ വിളിച്ചു. മാനേജറെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ മുസ്ലിയാരുടെ ശമ്പളം ഇനി കൊടുക്കണ്ട. മാനേജർ പറഞ്ഞു, അദ്ദേഹം ശമ്പളം വാങ്ങാത്ത മുദരിസാണ്, ശമ്പളം വാങ്ങാത്ത മുദരിസാണ്. അപ്പോൾ രാജാവ് ചാടിയങ്ങ് എഴുന്നേറ്റു, നവവി ഇമാം തങ്ങളെ കൊന്നുകളയാനുള്ള ഉദ്ദേശത്തോടെ. ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ലാഹ് നോക്കിയപ്പോ രാജാവിരിക്കുന്ന വിരിപ്പിൽ ഒരു വന്യജീവിയുടെ ചിത്രമുണ്ട്. ഒരു വന്യജീവിയുടെ ചിത്രമുണ്ട്. നവവി ഇമാം തങ്ങൾ ആ ചിത്രം നോക്കിയിട്ട് പറഞ്ഞു, എഴുന്നേക്കാൻ പറഞ്ഞു. പുലിയുടെ ചിത്രം കാണുന്നുണ്ട് ഭരണാധികാരിയുടെ വിരിപ്പിൽ. ആ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എഴുന്നേക്കൂ. അപ്പോഴേക്കൊരു പുലി അങ്ങ് പ്രത്യക്ഷപ്പെട്ടു പോയി. രാജാവ് ഭയന്ന് വിറച്ചുപോയി. ഇനി നാളെ ആരും പറയണ്ട മുസ്ലിയാർ എവിടുന്നോ ഒരു കഥ പറഞ്ഞതാണെന്ന്. ബഹുമാനപ്പെട്ട ഇമാം യൂസുഫുൻ നബ്ഹാനി ജാമിഉൽ കറാമാത്തിൽ ഔലിയിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ.
നബവി തങ്ങളുടെ ചരിത്രം എഴുതിയ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം അവർക്ക് ജീവിതത്തിൽ ഈ ലോകത്ത് വേറെ ഒരു ബന്ധവുമില്ല. അവർ അല്ലാഹുവിലേക്ക് അങ്ങ് ലയിച്ച മഹാന്മാരാണ്. ബഹുമാനപ്പെട്ട നബവി ഇമാമുകൾ രാത്രിയാകുമ്പോൾ മദ്രസയിൽ നിന്നിറങ്ങി അങ്ങ് പോകുന്നു. മദ്രസയിൽ നിന്നിറങ്ങി അങ്ങ് പോന്നു. മോദിമാമാക്കൊരു സംശയം, ഈ ചെറുപ്പക്കാരനായ മുസ്ലിയാർ രാത്രി എവിടെ പോവാണ്? 40 വയസ്സുവരെ ജീവിച്ചിട്ടുള്ളൂ നബവി ഇമാമതങ്ങൾ, വിവാഹം കഴിച്ചിട്ടില്ല, മുഴുവനും ഇൽമു കൊണ്ട് ജോലിയായ മഹാൻ. രാത്രിയാകുമ്പോൾ ഈ മുസ്ലിയാർ എവിടാ പോണത്? പിന്നാലെ കൂടി. കുറെ സമയം കഴിഞ്ഞപ്പോൾ നബവി ഇമാമതങ്ങൾ അവിടുത്തെ തലപ്പാവ് ഊരിയിട്ട് ഇഹ്റാമിന്റെ മേൽമുണ്ടിടുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ മുഅദ്ദിനോട് പറഞ്ഞു, കൂടെ അന്വേഷിക്കാൻ പോയ ആളോട് പറഞ്ഞു, ഈ കാര്യം ആരോടും പറയാൻ പാടില്ല. എന്റെ ജീവിതകാലത്ത് പ്രത്യേകിച്ചും ഒരാളോടും പറഞ്ഞുകൂടാ. ജീവിതകാലത്ത് വേറെ ആരോടും പറഞ്ഞിട്ടില്ല. വഫാത്തിനു ശേഷമാണ് ലോകമറിയുന്നത്. നബവി ഇമാമുകൾ രാത്രി ഇറങ്ങിയിട്ട് പോയതെങ്ങോട്ടാണ്? അങ്ങ് സിറിയയുടെ ഓരത്തുള്ള നവാ എന്ന ഗ്രാമത്തിൽ നിന്ന് നബവി ഇമാമുകൾ രാത്രിയാകുമ്പോൾ ഇറങ്ങിയിട്ട് അള്ളാഹുവിന്റെ വീടാകുന്ന കഅബയിലേക്കാണ് വരുന്നത്. അവിടെ വന്ന് തവാഫ് ചെയ്ത് ഉംറ പൂർത്തിയാക്കിയിട്ട് സുബഹിക്ക് മുമ്പ് വീട്ടിൽ കോളേജിൽ തിരിച്ചെത്തുന്നു. അവര് കാലെടുത്ത് വെക്കുമ്പോഴേക്ക് അള്ളാഹു ഭൂമിയെ ചുരുക്കി കൊടുക്കുന്നു. അത്രയും വലിയ കറാമത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി റഹിമഹുല്ലാഹ്. അപ്പോൾ വെള്ളത്തെ അതിജീവിച്ച കറാമത്ത് ഔലിയാക്കൾക്കുണ്ട്, തീയെ അതിജീവിച്ച കറാമത്ത് ഔലിയാക്കൾക്കുണ്ട്, ദൂരം ചുരുങ്ങിയ കറാമത്ത് ഔലിയാക്കൾക്കുണ്ട്, ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ട് വിശപ്പും പ്രയാസങ്ങളും അലട്ടാത്ത കറാമത്ത് മഹാന്മാർക്കുണ്ട്. അതുപോലെ എത്രയെത്ര വലിയ കറാമത്തുകളാണ്. അബൂദർറുൽ ഗിഫാരി റഹിമഹുല്ലാഹ് റളിയല്ലാഹു അൻഹു സഹാബിയല്ലേ, മഹാനവറുകൾ അതാ മക്കത്തെ പള്ളിയിൽ താമസിക്കുകയാണ്. ലബിസ്തു 30 ബൈന ലൈലത്തിൻ വയൗം, 30 ദിവസം രാപ്പകല് മക്കത്ത് താമസിച്ചു. സംസം വെള്ളമല്ലാതെ കുടിച്ചില്ല. അബൂദർറുൽ ഗിഫാരി തങ്ങളെ കണ്ടപ്പോ നല്ല തടി വെച്ചിട്ടുണ്ട്, നല്ല ആരോഗ്യം വെച്ചിട്ടുണ്ട്. അബൂദർറുൽ ഗിഫാരി തങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എവിടെ പോയിട്ടാണ് നല്ല ഭക്ഷണം കഴിച്ചിട്ട് വരുന്നത്? മഹാനവറുകൾ പറയുകയാണ്, ഞാൻ എവിടെയും പോയി ഒരു ലേഹ്യവും കഴിച്ചിട്ടില്ല, ഒരു രസായനവും കഴിച്ചിട്ടില്ല. ഞാൻ സംസം വെള്ളം മാത്രമാണ് ഈ 30 ദിവസവും കഴിച്ചു കൂട്ടിയത്, അല്ലാതെ വേറെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. അപ്പൊ സംസം വെള്ളം മാത്രം കുടിച്ചിട്ട് 30 ദിവസം നല്ല നിലക്ക് അബൂദർറുൽ ഗിഫാരി തങ്ങൾ മദീനത്തെ പള്ളിയിൽ കൂടിയപ്പോൾ നല്ല തടി വെച്ചുപോയി, നല്ല ആരോഗ്യം വന്നുപോയി. അല്ലാഹു തആല സംസം വെള്ളത്തിലൂടെ അബൂദർറുൽ ഗിഫാരി തങ്ങൾക്ക് നൽകിയ കറാമത്താണ്. എന്റെ ഉമ്മമാരെ, അതുകൊണ്ട് മഹാന്മാരായ ഔലിയാക്കളെ ആദരിക്കണം, മഹദികളെ ബഹുമാനിക്കണം. അവര് ജീവിച്ച വഴിയിൽ ജീവിക്കലാണ് അവരോടുള്ള കടപ്പാട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മഹാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയാൽ ആ ഔലിയാക്കൾ പഠിപ്പിച്ച ദീനിനെതിരെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഭീമാ പള്ളിയിൽ മഹദിയായ ഭീമാ ബീവിയെ സിയാറത്ത് ചെയ്യാൻ പോകുന്നവരുണ്ട്. പെങ്ങളെ, ഔറത്ത് തുറന്നിട്ട് പോകാൻ നിനക്ക് അനുവാദമില്ല, നിസ്കാരം ഖളാക്കിയിട്ട് പോകാൻ നിനക്ക് അനുവാദമില്ല, അന്യപുരുഷന്റെ കൂടെ ആടിക്കൊഴഞ്ഞിട്ട് പോകാൻ നിനക്ക് അനുവാദമില്ല. ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും സ്വാലിഹാത്തുകളുടെയും ഖബർ സിയാറത്ത് ചെയ്യണം. അത് പുണ്യകർമ്മമാണ്, അത് സുന്നത്തായ കർമ്മമാണ്, അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. പക്ഷേ അതിന്റെ പേരിൽ ഹറാമുകൾ വന്നുകൂടാ.
ചില ആളുകൾ കണ്ടില്ലേ, ഏർവാടി, മുത്തുപേട്ട, ഭീമാപ്പള്ളി വലിയ ടൂർ ഉണ്ടാക്കുന്നു. അന്യാണും അന്യ പെണ്ണും ഇടകലർന്നിട്ടുള്ള ടൂറാണ്. അനുവദിക്കപ്പെട്ട കാര്യമല്ല. ഇസ്ലാം അനുവദിച്ചതിനെ തടയാനോ തടഞ്ഞതിനെ അനുവദിക്കാനോ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് പെങ്ങളെ, ഔലിയാക്കളുടെ ഖബർ സിയാറത്തിനെന്ന് പറഞ്ഞ് കെട്ടി ഒരുങ്ങി ഇറങ്ങിയിട്ട് നിന്റെ ഔറത്ത് തുറന്നിട്ട് യാത്ര ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അവിടെ പോയി ഇങ്ങനെ രാത്രി കിടന്നുറങ്ങുകയാണ്, മണൽപ്പുറത്ത് കിടന്നുറങ്ങുകയാണ്. അതുപോലെ കണ്ടില്ലേ, മക്ബറയുടെ മുറ്റത്ത് കിടന്നുറങ്ങുകയാണ്. ഭർത്താവ് കൂടെയില്ല, ആങ്ങളെ കൂടെയില്ല, മക്കള് കൂടെയില്ല. ഇങ്ങനെ ചില പെണ്ണുങ്ങൾ അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. ഇസ്ലാം അത് നിർദ്ദേശിച്ച കാര്യമല്ല, അനുവദിച്ച കാര്യമല്ല. ഇസ്ലാം അനുവദിച്ച ഓരോ കർമ്മത്തിനും അതിൻ്റെതായ നിബന്ധനയുണ്ട് മോളെ. ആ നിബന്ധന പാലിക്കാതെ പോയാൽ കൂലിയില്ല മോളെ. അതിന്റെ പേരിലല്ലേ ഇന്ന് ചില ആളുകൾ ഇസ്ലാമിനെ വേട്ടയാടുന്നത്. ഞാൻ ഭീമാപ്പള്ളിയിൽ പ്രസംഗിക്കുമ്പോഴും ആ ഭീമാപ്പള്ളിയിൽ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ സാധുവായി ഞാൻ അവിടെ സംസാരിച്ചിട്ടുണ്ട്. പല തവണയും അതിന്റെ പരിസരങ്ങളിൽ വെച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഏത് മഖബറയിലായാലും അനാചാരങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. മഖബറ പൊളിക്കണമെന്ന് പറയുന്ന ദീനിന് വിരുദ്ധമായ വാദം അത് ഇസ്ലാമികമായ വാദമല്ല. ഔലിയാക്കളില്ല എന്ന വാദം അത് സ്വീകരിക്കാവുന്ന വാദമല്ല. ഔലിയാക്കൾക്ക് കറാമത്തില്ല എന്ന വാദം സ്വീകരിക്കാവുന്ന വാദമല്ല. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരി, ആവശ്യമില്ലാത്ത രീതിയിൽ ഔറത്ത് തുറന്നിട്ട് അന്യപുരുഷന്മാരുടെ കൂടെ ജാടകളും കോലങ്ങളുമായി മഖബറകളിലേക്ക് പോയി അള്ളാഹുവിന്റെ മതത്തിന്റെ നിയമത്തെ ലംഘിക്കാൻ പാടില്ല. പിന്നെ ഭീമാപ്പള്ളിയിൽ ചില മാനസിക രോഗികളുണ്ട്. അവരുടെ രോഗം മാറാൻ വേണ്ടി രക്ഷിതാക്കൾ കൊണ്ടുവന്ന് വിട്ടതാണ്. അവരെ കണ്ടിട്ട് നമുക്ക് നിയമം പറയാൻ പറ്റില്ല. അവര് നിയമത്തിന് അതീതരാണ്, അവർക്ക് വിവേകമില്ലാത്തവരാണ്. അള്ളാഹു അവരുടെ എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുക്കട്ടെ. അതുപോലെ ഏർവാടിയിൽ ഉണ്ട് എത്രയോ ആളുകൾക്ക് അവിടുന്ന് മഹാനായി ഇബ്രാഹിം ബാദുഷ തങ്ങളുടെ കറാമത്ത് കൊണ്ട് രോഗം മാറിയിട്ടുണ്ട്. അങ്ങനെ മാനസിക രോഗികളായ ആളുകൾ അവിടെ കിടന്ന് ചിലപ്പോൾ ബഹളമുണ്ടാക്കാം, ചിലപ്പോൾ അവിടെ ചുറ്റിക്കറങ്ങിയേക്കാം. അതവർ വിവേകമില്ലാത്തവരാണ്. അത് കണ്ടിട്ട് യഥാർത്ഥ ആളുകളെ കുറ്റം പറയാൻ ചിലർ ശ്രമിക്കാറുണ്ട്. അതും ഇസ്ലാമികമായി നീതീകരിക്കാവുന്നതല്ല. ദീൻ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ. ഹലാലിനെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്, ഹറാമിനെയും വ്യക്തമാക്കി തന്നിട്ടുണ്ട്. വ ബൈനഹുമാ ഉമൂറുൻ മുസ്തബിഹാത്ത്. അതിന്റെ ഇടയിൽ അവ്യക്തമായ ചില കാര്യങ്ങളുണ്ട്. ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ്. അത് ഏറെ ആളുകൾക്കും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധാരണാജനകമായ ഒന്നും ചെയ്യാൻ പാടില്ല. ഒരന്യപുരുഷനും ഒരന്യ സ്ത്രീയും ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടുകൂടാ. അത് തെറ്റിദ്ധാരണയ്ക്ക് മാത്രമല്ല, തെറ്റിന് വരെ സാധ്യതയുണ്ട്. ഒരു ഓഫീസിന്റെ ഉള്ളിലെ റൂമിലിരിക്കുന്ന ഓഫീസറോട് പറയട്ടെ, നിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ ഒരു അന്യ പെണ്ണവിടെ ഉണ്ടായാൽ അത് ഒരുപാട് പിശാചിന്റെ കെണിവലകൾക്ക് സാധ്യതയുണ്ട്. മറ്റൊരാൾക്ക് തെറ്റായി വ്യാഖ്യാനിക്കാനുള്ള സ്കോപ്പുമുണ്ട്. ഇസ്ലാം അത് അനുവദിച്ചിട്ടില്ല. ഇസ്ലാം അതനുവദിച്ചിട്ടില്ല. ഇസ്ലാം എത്ര നീതിയുള്ള മതമാണ്. ഇപ്പൊ കണ്ടില്ലേ, ഡൽഹിയിൽ ഒരു പെങ്കൊച്ചിന് പെടുക്കാൻ മുട്ടുന്നു എന്ന് പറയുമ്പോഴേക്ക് ലോകം മുഴുവനും അങ്ങ് ഇളകുകയാണ്. അതിനേക്കാൾ വലിയ എത്രയെത്ര പ്രശ്നങ്ങൾ ഇന്ത്യയിലുണ്ട്, ചർച്ച ചെയ്യാനില്ല. മീഡിയകൾക്കതൊന്നും ചർച്ചാ വിഷയമല്ല. എന്തൊരു ലോകമാണ്. മനുഷ്യത്വപരമായ നീതി ലഭിക്കാതെ ഒരുപാട് ആളുകൾ കിടക്കുന്നുണ്ട്. അത് നമുക്ക് ചർച്ചയാകുന്നില്ല. ഒരുപാട് ആളുകൾക്ക് ഭവനരഹിതരായി ജീവിക്കുന്നുണ്ട്. ഇവിടെ ചർച്ചയില്ല. ആസാമിൽ കണ്ടില്ലേ, ലക്ഷക്കണക്കിന് ജനങ്ങൾ ഭവനരഹിതരായി കിടക്കുന്നുണ്ട്. അവിടെ പെട്ടെന്ന് പരിഹാരം വരുന്നില്ല. ഇപ്പോഴൊരു പെങ്കൊച്ചിന്റെ പേരെഴുതണോ വേണ്ടേ എന്നതാണ് പത്രങ്ങളിൽ ചർച്ച നിൽക്കുന്നത്. എന്തൊരു ലോകമാണ്. എന്തെല്ലാം കാട്ടിക്കൂട്ടലുകളാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഒരു പെണ്ണ് രാത്രിയിൽ ഒരു അന്യപുരുഷന്റെ കൂടെ എന്തിനാ പാതിരാത്രിയിൽ ഇറങ്ങിയിട്ട് പോയതെന്ന് ചോദിക്കാൻ ഒരു മീഡിയയും മുന്നിൽ വന്നില്ല.
ഒരു പത്രക്കാരനെയും കണ്ടില്ല, ഒരു മീഡിയയും കണ്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ സമാധാനം വേണമെങ്കിൽ അബദ്ധങ്ങൾ വരാനുള്ള കാരണങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയണം, അപകടങ്ങൾ വരാനുള്ള സാധ്യതകളെ അടക്കാൻ കഴിയണം. കേവലമായി ശിക്ഷ ശക്തിപ്പെടുത്തിയത് കൊണ്ട് സമാധാനം ഉണ്ടാവൂല, കേവലമായി ചില സമരങ്ങൾ നടത്തിയത് കൊണ്ട് സമാധാനം ഉണ്ടാവൂല. തെറ്റിന്റെ കാരണങ്ങളെ ഇല്ലായ്മ ചെയ്യണം. കണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ നമ്മുടെ കാറിലും അതുപോലെ തന്നെ വാഹനങ്ങളിലും ഒക്കെ കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്നതിന് നിരോധിച്ചു. എന്തോ 1, 2, 3 കേസുകളിൽ അത് കാരണമായി എന്നതായിരിക്കാം ന്യായം. എന്നാൽ 10,000-കണക്കിന് കേസിന്റെ പിന്നിലുള്ള കാരണം മദ്യപാനമാണ്. എന്തുകൊണ്ട് നിരോധിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് അതില്ലായ്മ ചെയ്യാൻ കഴിയുന്നില്ല? നമ്മുടെ രാജ്യത്തിന് സാമ്പത്തിക വരുമാനമാണോ മദ്യപാനത്തിലൂടെ ലഭിക്കുന്നത്? എന്നാൽ ഗവൺമെന്റിന് ബീവറേജിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന വരുമാനം കുറച്ചുണ്ടാകാം. എന്നാൽ അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയി വരുന്ന, അല്ലെങ്കിൽ ബൈ എഫക്റ്റ് ആയി വരുന്ന നഷ്ടം എത്രയോ കോടികളുടെ നഷ്ടമാണ്, നികത്താൻ പറ്റാത്ത നഷ്ടമാണ്. അതെന്തുകൊണ്ട് ബുദ്ധിയുള്ളവർ ചിന്തിക്കുന്നില്ല? അതെന്തുകൊണ്ട് നിയമജ്ഞന്മാര് ആലോചിക്കുന്നില്ല? അതെന്തുകൊണ്ട് രാജ്യത്തിന് സമാധാനം വേണ്ടവർ ആലോചിക്കുന്നില്ല? എന്തുകൊണ്ട് പരിഹാര മാർഗങ്ങളിലേക്ക് വരുന്നില്ല? അവിടെയാണ് മദീനയുടെ നായകൻ, ലോകത്തിന്റെ മുഴുവനും നേതാവ്, അരുതായ്മകളുടെ ആലയത്തിൽ നിന്ന് ആദരവിന്റെ വരിഷ്ഠ പദവിയിലേക്ക് മാനവികതയെ മുഴുവനും പറിച്ചു സ്ഥാപിച്ചിട്ട് ആധുനികതയുടെ വിളംബരങ്ങളിൽ ഉദ്ധരിക്കപ്പെടാൻ മാത്രം 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതരെ മാറ്റിക്കൊണ്ടുവന്ന ലോകത്തിന്റെ വിപ്ലവ നായകൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശം അവിടെയാണ് പ്രത്യക്ഷമാകുന്നത്. കാരണം എന്തേ? ഇവിടെയുള്ള മുഴുവൻ വിപത്തുകളുടെയും താക്കോലാണ് മദ്യപാനം. അതുകൊണ്ട് ആ മദ്യപാനമാകുന്ന അടിസ്ഥാന കാരണത്തെ വിലക്കി. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, മദീന ചോട് കർ ജന്നത്ത് കി ഖുശ്ബൂ മിൽ നഹീ സക്തി, മദീനെ സേ മുഹബ്ബത്ത് ഹേ തോ ജന്നത്ത് കി സമാനത്ത് ഹേ. മദീന ചോട് കർ ജന്നത്ത് കി ഖുശ്ബൂ മിൽ നഹീ സക്തി. മദീന ഉപേക്ഷിച്ചിട്ട് സ്വർഗത്തിന്റെ സുഗന്ധം അനുഭവിക്കാൻ പറ്റൂല. മദീനെ സേ മുഹബ്ബത്ത് ഹേ तो जन्नत की जमानत है. മദീനെ ഇഷ്ടം വെച്ചാൽ സ്വർഗം ഗ്യാരണ്ടിയാണ്. ജമീൻ മേ ഓ മുഹമ്മദ് ഹേ വഅഹ്മദ് ആസമാനോ മേ. ഭൂമിയിൽ മുഹമ്മദ് നബിയാണ്, ആകാശത്ത് അഹ്മദ് നബിയാണ്. യഹാ ഭി ഉൻകാ ചർച്ചാ ഹേ വഹാ ഭി ഉൻകി മിദ്ഹത്ത് ഹേ. ഇവിടെയും നബി തങ്ങളുടെ ചർച്ചയാണ്, അവിടെയും നബി തങ്ങളുടെ പ്രകീർത്തനമാണ്. യഹീ ഭി ഉൻകി ചൽത്തി ഹേ वही भी उनकी चलती है. मदीना राजधानी है तो आलम पर हुकूमत है. എല്ലായിടത്തും ഹബീബിന്റെ അവദാനങ്ങളാണ്, എല്ലായിടത്തും ഹബീബിന്റെ സ്തോത്രപാഠകരാണ്. എവിടെയും നബിതങ്ങളുടെ അവദാനങ്ങളുടെ അലമാലകൾ അരിമുല്ല വിടർത്തി മാനവികതയുടെ മനതലങ്ങളിൽ അനുരാഗത്തിന്റെ മധു വിടർത്തുന്ന ലോകത്തിന്റെ നായകൻ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗോള ജനതയെ മദീനയുടെ മണൽപ്പരപ്പിലേക്ക് മാടി വിളിച്ചിട്ട് മധുവും നിധിയും വിളമ്പിയിട്ട് ലോകത്തെ മുഴുവനും മോചനത്തിന്റെ പുഷ്പകവാടിയിലേക്ക്, ഉന്നതിയിലേക്ക് കൊണ്ടുവന്ന ലോകത്തിന്റെ നായകരെ, മെബന്ധാഹോം, ഞാൻ അവിടുത്തെയുടെ മുമ്പിൽ വിനീതന അനുയായിയാണ്. മദീന രാജധാനി ഹേ. മദീന അവിടുന്ന് ഭരണകേന്ദ്രമാണ്, തലസ്ഥാനമാണ്. ദുആലം പർ ഹുകൂമത്ത് ഹേ. ഇരു ലോകത്തുമുള്ള അധികാരങ്ങളുടെ തലസ്ഥാനമാണ് മദീന. ആ മദീനയുടെ നായകന്റെ പാഠഭാഗത്തിലേക്ക് വന്നാലല്ലാതെ കാലത്തെ കാക്കാനും സമുദായത്തെ സമുദ്ധരിക്കാനും ലോകത്തെ നീലിമയിലേക്ക് കൊണ്ടുവരാനും സാധ്യമല്ല. അതുകൊണ്ട് വരൂ, മദീനേക്ക് രാസ്ത ഖുലി ഹേ, മദീനേക്ക് ഗലി ഖുലി ഹേ. മദീനയിലേക്കുള്ള വഴി തുറന്നു കിടക്കുകയാണ്. ലോകത്തിന്റെ നേതാവ് മാലോകരെ മാറ്റിയെടുത്ത് സമുദ്ധരിക്കാനുള്ള വിപ്ലവത്തിന്റെ സമവാക്യമായി നിൽക്കുകയാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠഭാഗങ്ങൾ പഠിച്ച ആളുകൾ ശരിയായ ഇസ്ലാമിനെയും നീതിശാസ്ത്രത്തെയും ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ജല്ല ജലാലായ റബ്ബിന് ഇബാദത്ത് ചെയ്ത ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ അവർക്ക് നൽകുന്ന കറാമത്ത്
വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നമ്മളുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവർക്ക് അല്ലാഹു തആല മാർഗങ്ങളെ കാണിച്ചു കൊടുക്കുന്നതാണ്. അവർക്ക് രക്ഷയുടെയും മോചനത്തിന്റെയും വഴികൾ നൽകുന്നതാണ്. ഒരു മഹദിയുടെ കറാമത്ത് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഇന്ന് നിർത്തുകയാണ്. കണ്ടില്ലേ, ഖവാറസ്മ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സഹോദരി, ബഹുമാനപ്പെട്ട ഇമാം താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാഹ് അവിടുത്തെ ഗ്രന്ഥത്തിൽ എഴുതുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ വാസിത്തി എഴുതുന്നുണ്ട്, ഒരുപാട് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതുന്നതായി കാണാം. ഒരു സഹോദരിയുടെ സംഭവമാണ്. ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് തഹ്മാനി എന്നിവർ പറയുകയാണ്, മഹാനവറുകൾ വിശദീകരിക്കുകയാണ്. മഹാനവറുകൾ ഹിജറ 238 ഖവാറസ്മ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എനിക്കറിയാൻ കഴിഞ്ഞു ഒരു ഷഹീദായ മനുഷ്യന്റെ ഒരു ഭാര്യ എവിടെയുണ്ടെന്ന്. ഞാൻ അവരുടെ കാലഘട്ടത്തിൽ അവിടേക്ക് ചെന്നു. ഞാൻ ഹിജറ 238 ഖവാറസ്മിലെ ആ സ്ത്രീയെ കുറിച്ച് കേൾക്കുന്നത്. അവരെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? റഅതു റുഇയാ, ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഒരു ഭക്ഷണം ലഭിച്ചു. അതിനുശേഷം പിന്നെ ഭക്ഷണം കഴിക്കാറില്ല. പിന്നെ അവിടുന്ന് ഒന്നും പാനീയങ്ങൾ കുടിക്കാറില്ല എന്ന നിലയിൽ കറാമത്തുള്ള ഒരു സ്ത്രീയെ കുറിച്ച് എനിക്കറിയാൻ കഴിഞ്ഞു. പിന്നീട് ഞാൻ ഹിജറ 242 ഞാൻ അവിടേക്ക് ചെന്നു. ഹിജറ 242 ഞാൻ അവരുടെ നാട്ടിൽ ചെന്നു. അവരോട് തന്നെ നേരിട്ട് ഞാൻ വർത്തമാനം പറഞ്ഞു. എന്നാൽ വിശദീകരണം തേടാൻ അവർ ചെറുപ്പക്കാരിയായതുകൊണ്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാൻ ഹിജറ 252 ഖവാറസ്മിലേക്ക് ചെന്നു. ഫറഅയ്തുഹാ ബാഖിയതൻ, അപ്പോഴും ആ മഹദി അവിടെ ജീവിച്ചിരിപ്പുണ്ട്. വവജദത് ഹദീസഹാ ശായിഅൻ മുസ്തഫീളാ, ആ പെണ്ണിന്റെ വർത്തമാനം അവിടെ പ്രചാരത്തിലാണ്. ഏതു പെണ്ണിന്റെ വർത്തമാനമാണ്? പതിറ്റാണ്ടുകളായി ഭക്ഷണം കഴിച്ചിട്ടില്ല, പതിറ്റാണ്ടുകളായി വെള്ളം കുടിക്കാറില്ല, 30 കൊല്ലത്തോളം ഭക്ഷണം കഴിച്ചിട്ടില്ല, 30 കൊല്ലത്തോളം പാനീയം കുടിച്ചിട്ടില്ല. അങ്ങനെ ഒരു പെണ്ണിനെ കുറിച്ച് ഞാൻ കേട്ടു. ആ പെണ്ണുള്ള നാട്ടിലേക്ക് ഞാൻ ചെന്നു. ആദ്യം ചെന്നപ്പോൾ അത്രയും വർഷമായിട്ടില്ലല്ലോ. പിന്നെ ഞാൻ ചെന്നപ്പോൾ അവരെ കുറിച്ചുള്ള വർത്തമാനം വ്യാപകമാണ്. ബിഹൈസു ലാ യുസ്അലു അൻഹാ റജുലുൻ വലാ ഇംറഅത്തുൻ വലാ ഗുലാമുൻ ഇല്ലാ അറഫഹാ വദല്ല അലൈഹാ. അവിടെ ഏതു കുട്ടിയോട് ചോദിച്ചാലും, വലിയവരോട് ചോദിച്ചാലും, ആണിനോട് പെണ്ണിന് ചോദിച്ചാലും, പെണ്ണിനോട് ചോദിച്ചാലും, ആ ബാലവൃദ്ധൻ ജനങ്ങൾക്കും അറിയാം ആ പെണ്ണാരാണെന്ന്. എന്നിട്ട് ആ മഹദിയെ കുറിച്ച് പറഞ്ഞു തരും അതാ അവിടെയാണെന്ന്. ഫലമ്മാ വാഫൈത്തുൻ നാഹിയത തലബതുഹാ, ഞാൻ അവരെ തേടി ഇറങ്ങി. ഫവജത്തുഹാ ഗായിബതൻ, ഞാൻ ചെന്നപ്പോൾ അവരവിടെയില്ല, അല്പം ദൂരെയാണെന്നറിഞ്ഞു. ഫമളൈതു ഫീ അസരിഹാ, ഞാൻ അവർ പോയ വഴിയെ പോയി. മിൻ ഖറിയത്തിൻ ഇലാ ഖറിയ, ഓരോ ഗ്രാമങ്ങളും കടന്നു ഞാൻ പോയി. ഫഅദറക്തുഹാ ബൈന ഖറിയതൈനി, 2 നാടുകൾക്കിടയിൽ വെച്ച് ഞാൻ അവരെ കണ്ടു. തംശീ മശിയതൻ ഖവിയതൻ, അവര് ശക്തമായി നടക്കുകയാണ്. അപ്പോൾ ഞാൻ അവരുടെ അടുക്കലേക്ക് വാഹനം നിർത്തിയിട്ട് വാഹനത്തിൽ വരുന്നോ എന്ന് ചോദിച്ചു. അവര് വന്നില്ല. എന്റെ വാഹനത്തോടൊപ്പം അവര് ശക്തിയായി തന്നെ നടന്നു. അവസാനം ഞാൻ ചോദിച്ചു, മഹദി നിങ്ങളുടെ പേരെന്താണ്? മഹദി പറഞ്ഞു, റഹ്മത്ത് എന്നാണ് എന്റെ പേര്, റഹ്മത്ത് ബിന്ത് ഇബ്രാഹിം. ഇബ്രാഹിം എന്നയാളുടെ മകൾ റഹ്മത്താണ് ഞാൻ. അപ്പോ ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്? ഞാൻ പലതും അറിഞ്ഞിട്ട് അന്വേഷിക്കാൻ വന്നതാണ്. 10 പതിറ്റാണ്ട് മുമ്പ് ഞാൻ ഇവിടെ വന്നപ്പോൾ നിങ്ങളെ കുറിച്ച് അറിഞ്ഞെങ്കിൽ യുവതിയായതുകൊണ്ട് ചോദിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ 10 വയസ്സും കൂടി കഴിഞ്ഞല്ലോ, അതുകൊണ്ട് വിവരം അന്വേഷിക്കാൻ വന്നതാണ്. അപ്പോൾ ആ പെണ്ണ് പറയുകയാണ്, ഞാൻ എന്റെ ഭർത്താവിനോടൊപ്പം ജീവിക്കുകയായിരുന്നു. ഭർത്താവ് ഒരു ഫക്കീറായ ആശാരിയാണ്, തടിപ്പണിക്കാരനാണ്. ഞങ്ങൾ നിത്യവൃത്തി കണ്ടെത്തിയത് ആ ജോലിയിലൂടെയാണ്. അങ്ങനെ ഇരിക്കെയാണ്
തുർക്കിയിലെ ഭരണാധികാരി നിരപരാധികളെ കൊന്നുകളഞ്ഞപ്പോൾ ഇസ്ലാമിന്റെ വിരോധിയായ ഭരണാധികാരി എന്റെ ഭർത്താവിനെയും കൊന്നുകളഞ്ഞു. ശദീദൽ അദാവതി ലിൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ. അങ്ങനെ എന്റെ ഭർത്താവ് കൊല ചെയ്യപ്പെട്ടു. മക്കളും ബാധ്യതയുമുള്ള ഒരു വീട്ടുകാരി എന്ന നിലക്ക് ഭർത്താവ് ഇങ്ങനെ ഷഹീദായി കിടന്നപ്പോ എനിക്കത് താങ്ങാൻ കഴിഞ്ഞില്ല. കുട്ടികൾ എന്നോട് ഭക്ഷണം ചോദിച്ചപ്പോ കൊടുക്കാൻ എന്റെ കയ്യിലില്ല. മക്കൾ വന്ന് നിലവിളിച്ചപ്പോ എനിക്ക് കൊടുക്കാനൊന്നും കഴിയുന്നില്ല. അങ്ങനെ മഗ്രിബിന്റെ വാങ്ക് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ നിസ്കാരത്തിലേക്ക് പോയി. ഫസല്ലൈതു മാ ഖലാലി റബ്ബി. പിന്നെ ഞാൻ നിസ്കരിച്ചുകൊണ്ടേയിരുന്നു. സുമ്മ സജദ്തു അദ്ഉ വതളറഉ ഇലല്ലാഹ്. ഞാൻ സുജൂദിൽ കിടന്ന് റബ്ബിനോട് നിലവിളിച്ചുകൊണ്ട് ദുആ ചെയ്തു, റബ്ബേ എനിക്ക് ഭക്ഷണം കഴിക്കാനും ജീവിക്കാനും ഒരു ജീവിതോപാധിയുമില്ല, മക്കളെ പോറ്റാൻ ഒരു വഴിയും കാണുന്നില്ല. ജല്ല ജലാലായ റബ്ബേ നീ കൈവെടിയല്ലേ റബ്ബേ. അതാണ് ഈമാൻ. ഇന്ന് ചില പെണ്ണുങ്ങള് എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്ക് ആത്മഹത്യ ചെയ്തു പോയി. അത് ഈമാൻ ഇല്ലാത്തതിന്റെ ലക്ഷണമാണ്. സാധുവായ ഞാൻ ആദവനാട് വെച്ചുകൊണ്ട് ആത്മഹത്യക്കെതിരെ സംസാരിച്ചു. അൽഹംദുലില്ലാഹ്, ആയിരക്കണക്കിന് ആളുകൾ ആ CD കേട്ടിട്ടുണ്ട്. ആ വിഷയത്തിൽ കൂടുതൽ പ്രസംഗങ്ങൾ ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഇമാമിയങ്ങളുടെ ഗ്രന്ഥം വെച്ചുകൊണ്ട്, ആയത്തിന്റെ വിശദീകരണം വെച്ചുകൊണ്ട്, ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് അതിന്റെ ഗൗരവം, അതിന്റെ സാധ്യതകളെ എങ്ങനെ തടയാം എല്ലാം അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അതിൽ കിതാബ് ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. വരട്ടെ, ഇന്ന് അങ്ങനെയാണ്. ചെറിയ വിഷയമുണ്ടായി പോയാൽ ആത്മഹത്യ ചെയ്തു പോയി. നിങ്ങൾ അറിയുമോ? എന്നാൽ ഈ പെണ്ണ്, ഈ റഹ്മത്ത് ബിന്ത് ഇബ്രാഹിം എന്ന പെണ്ണ് നേരെ സുജൂദിലങ്ങ് വീണു. വസ്അലുഹു സ്വബറാ. അല്ലാഹുവിനോട് പറഞ്ഞു, എനിക്ക് ക്ഷമ തരണേ റബ്ബേ. എനിക്കെന്റെ സുജൂദിലങ്ങ് നീണ്ടു കിടന്നപ്പോ ഞാനെങ്ങനെ മെല്ലെ ഒന്ന് മയങ്ങിയപ്പോ അതാ കാണുന്നു, നല്ല ഒരു ഉദ്യാനമാണ്. വിശാലമായ സംഭവമാണ്. ഈ സംഭവം വിശദീകരിക്കാൻ വേണ്ടി മാത്രം ഇന്ന് സൗദി അറേബ്യയിലെ കിങ് ഫൈസൽ യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷാ വിഭാഗം തലവനായ അബ്ദുൽ ഇലാഹുൽ അർഫജ് ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട് ഈ കറാമത്ത് വിശദീകരിക്കാൻ. ആധുനിക സൗദി അറേബ്യയിലെ പണ്ഡിതൻ എഴുതിയ വിശദീകരണമാണിത്. ഇതേ വിഷയം തന്നെ, കറാമത്തുൽ ഇസ്തിഗ്നാഇ അനി ത്വആമി വശ്ശറാബ്, ഇർഷാദ് ഉലിൽ അൽബാബ് ഇലാ കറാമത്തുൽ ഇസ്തിഗ്നാഇ അനി ത്വആമി വശ്ശറാബ്. അന്നപാനീയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന കറാമത്ത്, അതിൽ നിന്ന് അല്ലാഹു തആല അവർക്ക് പ്രത്യേകമായി സംരക്ഷണം നൽകുന്ന കറാമത്ത് വിശദീകരിക്കുന്നു ബുദ്ധിയുള്ളവർക്ക് വേണ്ടി. ആ ഗ്രന്ഥമാണിത്. ഇതിന്റെ രചയിതാവിനെ നമുക്ക് നേരിട്ട് അറിയുന്ന രചയിതാവാണ്. പ്രിയപ്പെട്ടവരെ, ആ മഹാന്മാരായ ഔലിയാക്കൾ സ്വാലിഹീങ്ങളുടെ കറാമത്ത് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിലുള്ള മഹാന്മാരായ ഔലിയാക്കളുടെ കറാമത്തുകൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, യുത്ഇമുനി റബ്ബി വയസ്ഖീനി. അല്ലാഹു എനിക്ക് ഭക്ഷണം നൽകുന്നുണ്ട്, പാനീയം നൽകുന്നുണ്ട്, അഥവാ അദൃശ്യമായ രീതിയിൽ എനിക്ക് നൽകുന്നുണ്ടെന്ന് സ്വീകാര്യോഗ്യമായ ഹദീസില്ലേ. വരട്ടെ, റഹ്മത്ത് ബിന്ത് ഇബ്രാഹിം എന്ന പെണ്ണ് അല്ലാഹുവിനോടങ്ങ് കരഞ്ഞ് നിലവിളിച്ച് മെല്ലെ ഒന്ന് മയങ്ങിയപ്പോ നല്ല ഒരു ഉദ്യാനമാണ് കാണുന്നത് കേട്ടോ. ഞാൻ എന്റെ ഭർത്താവിനെ തേടുകയാണ്, ഞാൻ എന്റെ ഭർത്താവിനെ ആവശ്യപ്പെടുകയാണ്. അതുലുബു സൗജി, ഞാനതാ എന്റെ ഭർത്താവിനെ അന്വേഷിച്ച് നടക്കുമ്പോ സ്വപ്നത്തിൽ ഇങ്ങനെ കാണുകയാണ്,
എന്റെ ഭർത്താവിനെ അന്വേഷിക്കുമ്പോൾ പറഞ്ഞു ഈ വലതുഭാഗത്തേക്ക് നോക്കാൻ. ഞാൻ അങ്ങനെ വലതുഭാഗത്തേക്ക് നോക്കിയപ്പോ വലിയ വലിയ കൊട്ടാരങ്ങളുണ്ട്. നല്ല പച്ച വസ്ത്രം ധരിച്ചിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടിയിരിക്കുന്നുണ്ട്. അവിടെ നല്ല വെളിച്ചമുണ്ട്, നല്ല പ്രകാശമുണ്ട്. അവര് സുപ്രകളുടെ മേലെ വെച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ അടുത്തേക്ക് ചെന്നിട്ട് വിളിച്ചു. എന്റെ ഭർത്താവിനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഫനാദാനി, അപ്പോ ഒരു വിളി കേൾക്കുന്നു, യാ റഹ്മാ, ഓ റഹ്മത്തേ. ഞാനിപ്പോ എന്റെ ശബ്ദം കേട്ടുകൊണ്ട് തിരിച്ചറിഞ്ഞു അതെന്റെ ഭർത്താവാണ്. ഭർത്താവിനോട് പറയാണ്, അല്ലയോ മോളെ, ഞാൻ ശുഹദാക്കളുടെ കൂടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. 14 നിലാവിന്റെ വെളിച്ചം എന്റെ ഭർത്താവിന്റെ മുഖത്തുണ്ട്. അദ്ദേഹത്തോടൊപ്പം കൊല്ലപ്പെട്ടവരുടെ കൂടെ ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ്. കാരണം വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ഖുർആൻ പറഞ്ഞതല്ലേ, ശുഹദാക്കൾ മരിച്ചു തീർന്നവരല്ല, റബ്ബിന്റെ അടുക്കൽ ഭക്ഷണം കഴിക്കുന്നവരാണ്. അവർക്ക് അല്ലാഹു അനുഗ്രഹം നൽകുന്നതാണ്. അങ്ങനെ ഞാൻ എന്റെ ഭർത്താവിനെ തിരിച്ചറിഞ്ഞു. അപ്പൊ എന്റെ ഭർത്താവ് ചോദിക്കുകയാണ്, എന്റെ ഭാര്യയ്ക്ക് ഞാൻ അല്പം ഒരു ഭക്ഷണം കൊടുത്തോട്ടെ എന്ന് സദസ്യരോട് ചോദിച്ചപ്പോ അവരനുമതി കൊടുത്തു. എനിക്കൊരു ചീന്ത റൊട്ടി എനിക്ക് തന്നു. എനിക്കൊരു കീർ റൊട്ടി തന്നു. ഞാനത് കഴിച്ചു. അതിനെ വർണ്ണിക്കാൻ എനിക്ക് കഴിയില്ല. ആ സ്വപ്നത്തിൽ എനിക്ക് കിട്ടിയ ആ ഭക്ഷണത്തിന്റെ സൗന്ദര്യം, അതിന്റെ ഭംഗി, അതിന്റെ രുചി എനിക്ക് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ എന്റെ ഭർത്താവ് പറഞ്ഞു, ഇദ്ഹബി, മോള് പൊയ്ക്കോ, കഫാകില്ലാഹു മുഅത്തത്തഅം വശറാബ്. മോളെ, ഇനി ജീവിതകാലത്ത് നിനക്ക് അന്നപാനീയങ്ങളൊന്നും ആവശ്യമില്ല, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഫന്തബഹ്തു മിൻ നൗമി, ഞാൻ എന്റെ ഉറക്കിൽ നിന്ന് ഉണർന്നു. ലാ അഹ്താജു ഇലാ തഅമിൻ വലാ ശറാബ്. പിന്നെ എനിക്ക് കുടിക്കാനും വേണ്ട, തിന്നാനും വേണ്ട. എനിക്ക് പിന്നെ വിശപ്പുമില്ല, ദാഹവുമില്ല. അങ്ങനെ ഞാൻ പതിറ്റാണ്ടുകളായി ഭക്ഷണം കഴിക്കാതെ, പതിറ്റാണ്ടുകളായി വെള്ളം കുടിക്കാതെ ഞാൻ ഇങ്ങനെ ജീവിക്കുന്നു. എന്നത് പോയിട്ട് എനിക്ക് ലാ യഖ്റുജു മിൻഹാ റീഹുൻ ഔ അദാ, മൂത്രവും കാഷ്ടവും അതുപോലെ തന്നെ നജസ്സുകൾ, വായു പോലും പുറപ്പെടുന്ന പ്രശ്നം ഇല്ല. എന്നിട്ട് മഹാനവറുകൾ എഴുതുകയാണ്, വഅന്നഹാ തജിദു അസറൽ ബർദി വൽ ഹർ, തണുപ്പും ചൂടുമൊക്കെ അവൾ അറിയുന്നുണ്ട്. ചിലപ്പോൾ മനുഷ്യനെ പോലെ ക്ഷീണവും ഉണ്ട്. എന്നാൽ പ്രാഥമിക ആവശ്യങ്ങൾ പോലും വേണ്ടി വരാത്ത വിധം അവൾ സുരക്ഷിതയാണ്. അന്നത്തെ പണ്ഡിതന്മാര് ഫത്വ കൊടുത്തത് പ്രകാരം നിസ്കാരത്തിനു വേണ്ടി ഒളു എടുക്കുന്നുണ്ട്. ലിഅന്നൽ ഫുഖഹാ അമറുഹാ ബിദാലിക്, ലിഅന്നൽ ഫുഖഹാ അമറുഹാ ബിദാലിക്. അന്നത്തെ ആലിമീങ്ങൾ പറഞ്ഞു, മോളെ, അതൊന്നും ഇല്ലെങ്കിലും നീ ഒളു എടുക്കണം നിസ്കരിക്കാൻ വേണ്ടി. സുബ്കി ഇമാം റളിയല്ലാഹു അൻഹു എഴുതുകയാണ്, പ്രിയപ്പെട്ടവരെ, ഒരു മഹദിക്ക് ലഭിച്ച കറാമത്താണ്. ഒരു മഹദിക്ക് ലഭിച്ച കറാമത്താ. ഏതോ എവിടുന്നെങ്കിലുമല്ല ഞാൻ വായിച്ചത്. ഈ സംഭവത്തിന്റെ നിവേദന പരമ്പരകളെ ഇഴകീറി പണ്ഡിതന്മാർക്ക് വേണ്ടി ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് മഹാന്മാരായ ഔലിയാക്കൾ, മഹദികളായ സ്വാലിഹാത്തുകൾ. അവർക്ക് അല്ലാഹു നൽകുന്ന ഏതൊക്കെ രീതിയിലുള്ള ബഹുമാനങ്ങളാണ്. ചിലപ്പോ വർഷങ്ങളോളം ഭക്ഷണം കഴിക്കുന്നില്ല. ചില മഹാന്മാര്, ഉപ്പപ്പമാരുടെയൊക്കെ ചരിത്രം നമ്മൾ കേട്ടില്ലേ, അവർക്ക് ഭക്ഷണം വേണ്ട, അവർക്ക് ക്ഷീണമില്ല. അവരല്ലാഹുവിലേക്ക് വിളിച്ചപ്പോൾ അല്ലാഹു നൽകിയതാണ്. ഇതുപോലെ നിരവധി സംഭവങ്ങൾ ഇമാമീങ്ങൾ രേഖപ്പെടുത്തുന്നു. അല്ലാഹു ജല്ല ജലാലുഹു അവനെ അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും ഒന്ന് എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് അടുത്തേക്ക് നിൽക്കുമോ? നമ്മൾ ഔലിയാക്കളുടെ സംഭവം പറഞ്ഞങ്ങ് പോയാ പോരാ.
സ്വാലിഹീങ്ങളുടെ കഥ കേട്ടുകൊണ്ടങ്ങ് പോയാൽ പോരാ. നമ്മൾ സ്വാലിഹീങ്ങളുടെ ജീവിതമാർഗം പിന്തുടരണം. പെങ്ങളെ, ഒരു നേരത്തെ നിസ്കാരവും ഖളാകരുത്. എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ തെറ്റിലേക്ക് ചിന്തിക്കരുത്. പരിശുദ്ധമായ റബീഉൽ അവ്വലാണ് വരുന്നത്. ഈ റബീഉൽ അവ്വൽ മാസം നബിക്കുള്ള മൗലിദ് വീട്ടിലും കഴിക്കേണ്ടതാ. അതിനാൽ മുസീബത്തൊക്കെയും മാറുന്നതാ. ഖർഖും വബാഇവ ഒക്കെയും നീങ്ങുന്നതാ. അപ്പോൾ എന്തു വേണമെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് നമ്മുടെ വീട്ടിൽ ഓതണം. ചുരുങ്ങിയത് മങ്കൂസം ഒരുതെങ്കിലും ദിവസേന പാരായണം ചെയ്യണം. റബീഉൽ അവ്വൽ വന്നപ്പോൾ അഹ്യാ റബീഉൽ ഖൽബി ശഹ്റുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി. റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്നവരുടെ കൽബിൽ സന്തോഷമാണ്. കാരണം എന്റെ നബി ജനിച്ച മാസമാണ്, എന്റെ നബി ജനിച്ച ദിവസമാണ്. ഈമാനുള്ളവരുടെ കൽബിൽ അത് വെളിച്ചമാണ്, പ്രകാശമാണ്. ഇതുപോലെ റബീഉൽ അവ്വലിനെ ആദരിക്കണം, ബഹുമാനിക്കണം. റസൂലുള്ളാഹിന്റെ പേരിൽ മൗലിദ് പാരായണം ചെയ്യണം. ഉമ്മമാരെ, ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഏതെങ്കിലുമൊക്കെ ചാനലും സീഡിയും സിനിമയും ഒക്കെ കണ്ട് കളയാതെ ആ സമയത്ത് മുസല്ലയിൽ ഇരുന്നു കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യണം. ദിക്റ് ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം, മദ്ഹ് ചൊല്ലണം, ബുർദ ചൊല്ലണം, മൗലിദ് ചൊല്ലണം. അങ്ങനെ ഹബീബിലേക്ക് അങ്ങ് ചേരണം. നന്നായി സ്വലാത്ത് ചൊല്ലണം. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പറ്റുന്ന അത്രയും വലിയ മഹബത്തിലേക്ക് എത്തണം. ചെറുപ്പക്കാരെ, ഒരൊറ്റ വഖത്ത് നിസ്കാരവും ഖളാകരുത്. അള്ളാഹുവിനെ മറന്ന് ജീവിക്കരുത്. തെറ്റിലേക്ക്, കള്ളിലേക്ക്, കഞ്ചാവിലേക്ക്, സിനിമയിലേക്ക്, വൃത്തികേടുകളിലേക്ക്, വൃത്തികെട്ട ക്ലിപ്പുകളിലേക്ക്, വീഡിയോ വിഷ്വൽ കാഴ്ചകളിലേക്ക് നിങ്ങൾ നിങ്ങളുടെയും നമ്മുടെയും ജീവിതത്തെ വഴിതെറ്റിച്ചു കളയാതെ റബ്ബിലേക്ക് ചിന്തിച്ച് ശാബുൻ ശഫീ ഇബാദത്തില്ലാഹ് എന്ന നിലക്ക് ജീവിച്ചുകൊണ്ട് മരിക്കാൻ കഴിയണം. ജല്ല ജലാലായ റബ്ബ് നമ്മെ മുഴുവനും സ്വീകരിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാൻ വേണം. മോനെ, ഇത് പരിശ്രമത്തിന്റെ ലോകമാണ്. ആ പരിശ്രമം ദീനിനു വേണ്ടിയാകണം. വിശ്രമിക്കാനുള്ള ലോകം ഖബറാണ്. അവിടെ നല്ല കൊട്ടാരം കിട്ടുന്നത് ആർക്കാണ്? റബ്ബിന് വേണ്ടി, ദീനിനു വേണ്ടി സേവനം ചെയ്തവർക്ക് ഖബർ കൊട്ടാരമാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ 1400 കൊല്ലം കൊണ്ട് കൊട്ടാര സമാനമായ ഖബറിൽ കിടക്കുന്നില്ലേ മോനെ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കിടക്കുന്നില്ലേ മോനെ? ഇവിടെ കൊട്ടാരം പണിഞ്ഞ് സ്വർഗം പണിഞ്ഞ് മണ്ടനാകരുത്. ഇവിടുത്തെ താൽക്കാലിക ജീവിതം റബ്ബിന് വേണ്ടിയാകണം, അള്ളാഹിന്റെ ദീനിനു വേണ്ടിയാകണം. നമ്മളുടെ തണി ക്ഷീണിച്ചു പോയതെന്തേ? കുറച്ചു കാലം കഴിയുമ്പോ താടി നരച്ചു പോകും. നരച്ചു പോയവരില്ലേ? മംഗലപുരത്തും കണിയാപുരത്തും റോഡ് വക്കിൽ നിന്ന് അതാ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്ന് വെറുതെ കാഴ്ചകൾ കണ്ടിട്ടല്ലേ പലരുടെയും ദാടി നരച്ചു പോയത്. എന്നാൽ ആലിമീങ്ങളുടെ ദാടി നരച്ചിട്ടുണ്ട്. അവര് രാത്രിയിൽ അതാ വൈകുവോളം കിതാബ് നോക്കിയവരാണ്, അവര് കിതാബ് എഴുതിയവരാണ്, അവര് ദർസ് നടത്തിയവരാണ്, അവര് റബ്ബിന്റെ ദീനിനു വേണ്ടി സേവനം ചെയ്തവരാണ്. അവരുടെ ദാടി നരച്ചത് വെറുതെയല്ല, നല്ലതിന് സാക്ഷിയായിക്കൊണ്ടാണ്. എന്റെയും നിങ്ങളുടെയും വയസ്സ് എത്ര കഴിഞ്ഞുപോയി? ഈ കഴിഞ്ഞുപോയ വയസ്സ് മുഴുവനും കൊഴിഞ്ഞുപോയത് എത്ര നേരം അതിൽ നിന്ന് ഇബാദത്തിന് പറയാനുണ്ട് മോനെ. റബ്ബിന് വേണ്ടി ജീവിച്ചത് പറയാനുണ്ട് മോനെ. ഇവിടുത്തെ ജീവിതത്തിന് വേണ്ടി നെട്ടോട്ടമോടിയതും ഇവിടുത്തെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഓടി നടന്നതുമല്ലാതെ എന്റെയും നിന്റെയും കണക്കിൽ വല്ലതും ഉണ്ടോ? നാളെ ആളുകൾ തോളിൽ വെച്ചുകൊണ്ട് പോകുമ്പോ നമുക്ക് വേണ്ടി കരയുന്ന മുസല്ലകൾ വേണം. അതിനെ നന്നായി നിസ്കരിക്കണം കേട്ടോ. നമുക്ക് വേണ്ടി കരയുന്ന മുസ്ഹഫുകൾ വേണം. അതിന് ഖുർആൻ ഓതണം കേട്ടോ. നമുക്ക് വേണ്ടി കരയുന്ന തസ്ബീഹ് മാലകൾ വേണം. അതിന് നന്നായി തസ്ബീഹ് ചൊല്ലണം കേട്ടോ. ഭാര്യയുടെ കരച്ചിലുകൊണ്ട് കാര്യമില്ല, ഭർത്താവിന്റെ കരച്ചിലുകൊണ്ട് കാര്യമില്ല, മക്കളുടെ കരച്ചിലുകൊണ്ട് കാര്യമില്ല. മുസല്ല കരയുന്നു. ഇന്നലെ വരെ നിസ്കരിച്ച ആളാണ്,
തസ്ബീഹ്മാല കരയുന്നു. ഇന്നലെ വരെ ഞാൻ അയാളുടെ കയ്യിലിരുന്ന് ദിക്റ് ചൊല്ലിയതാണ്. അങ്ങനെ നല്ല നല്ല ശഫാഅത്ത് കിട്ടിയിട്ട് ഖബറിൽ കൊണ്ട് കിടത്തുമ്പോ അള്ളാന്റെ ഹബീബിന്റെ റൗളയിലേക്കൊന്ന് കാണിച്ചിട്ട്, ഹബീബിനെ കാണിച്ചിട്ട് ചോദിക്കും, നിനക്കിതാരെന്നറിയുമോ? അപ്പോൾ മുനാഫിഖീങ്ങൾ പറയും, ജനങ്ങൾ ഇദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു എന്ന് പറയും. മുത്തഖീങ്ങൾ പറയും, ഹാദാ റസൂലുള്ളാഹ്, ഇതെന്റെ ഹബീബാണ്, ഇതെന്റെ റസൂലാണ്. ഇവിടുത്തെ ജന്മമാസം വന്നപ്പോൾ ഞാൻ മൗലിദോദിയ ആളാണ്. ഞാൻ എന്റെ മജ്‌ലിസുകളിലെല്ലാം ആ ഹബീബിന്റെ മദ്ഹ് പറഞ്ഞതാണ്. ഞാൻ ഇരുന്നിടത്തെല്ലാം ഈ ഹബീബിന് സ്വലാത്ത് ചൊല്ലിയതാണ്. ഇതെന്റെ നേതാവ് തന്നെ എന്നൊന്ന് സ്നേഹത്തോടെ പറഞ്ഞിട്ട് സമ്മതം വാങ്ങിയാൽ, ആ ഖബറിലേക്ക് റസൂലുള്ളാന്റെ ഒരു നോട്ടം കിട്ടിയാൽ, മോനെ 100 കൊല്ലം അടിച്ചു പൊളിച്ചിവിടെ ജീവിച്ചാലും 10,000 കൊല്ലമല്ല മോനെ ആഖിറമുള്ളത്, 1,00,000 കൊല്ലമല്ല മോനെ പരലോകമുള്ളത്. നീ ഇവിടുത്തെ ദുനിയാവിൽ വഞ്ചിക്കപ്പെട്ടു പോകരുത്. ചില ചെറുപ്പക്കാർക്ക് ഒരു ധൈര്യമുണ്ട്, ഒരു കമന്റ് ഉണ്ട്, മൊയ്ലിയാരെ നിങ്ങൾക്കൊന്നും ലോകം തിരിയൂല, ഞങ്ങളിങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. മോനെ നീ ബുദ്ധിയില്ലാത്തവനാകരുത്, ഇവിടുത്തതെല്ലാം നശിക്കും മോനെ. നീ പ്രേമിക്കുന്ന പെണ്ണ് എത്ര സുന്ദരിയാണെങ്കിലും നാളെ അവള് മരിച്ചു പോകും, അല്ലെങ്കിൽ രോഗിയായി പോകും, അല്ലെങ്കിൽ കിളവിയായി പോകും. ഇവിടുത്തെ എല്ലാ സ്വാധനങ്ങളും അങ്ങനെയാണ്. നീയും നാളെ വയസ്സനാണ്, രോഗിയാണ്, മരിച്ചു പോകുന്നവനാണ്. എന്നിട്ട് ഇതിന്മേലാണോ നീ ചിന്തിക്കുന്നത്? അതേ സമയത്ത് റബ്ബിന്റെ ഒരു കൊട്ടാരമുണ്ട്, അവിടെ നേതൃത്വം നൽകുന്ന ഹബീബുണ്ട്. നാളെ അവിടെ ചെന്നിട്ട് റസൂലുള്ളാന്റെ കാൽക്കലൊന്ന് വീഴണം, കൈയൊന്ന് പിടിക്കണം. ദുനിയാവിൽ വെച്ച് നബിയേ, ഞാൻ അവിടുത്തെ മദ്ഹ് പറഞ്ഞത് അവിടുത്തെ കൈ പിടിക്കാനാണ്, കള്ളു കുടിക്കാഞ്ഞത് അവിടുന്ന് വിലക്കിയത് കൊണ്ടാണ്, അന്യ പെണ്ണിനെ കമന്റ് അടിക്കാഞ്ഞത് അവിടുന്ന് തടസ്സപ്പെടുത്തിയത് കൊണ്ടാണ്. എനിക്ക് വേണം നബിയേ, അവിടുത്തെ ചാരത്തൊന്ന് എത്തണം നബിയേ. അങ്ങനെ മഹബത്ത് വെച്ച് സ്വലാത്ത് ചൊല്ലു മോനെ, റസൂലുള്ളാഹിനെ കാണാം മോനെ. രാത്രി കിടന്നിട്ട് ഹബീബിനെ കാണുന്ന ഉറക്കം എന്ത് നല്ല കിടത്തമാണ്. അല്പസമയം കിടക്കുമ്പോ റസൂലുള്ളാഹിനെ കാണണം. രാവിലെ മുതൽ റസൂലുള്ളാഹിന്റെ ദീനിന് സേവനം ചെയ്യണം. വൈകുന്നേരം വീണ്ടും ഒരല്പസമയം കിടക്കുമ്പോ അത് ഹബീബിനെ കണ്ട് ചിരിക്കുന്ന കിടത്തമാകണം, സന്തോഷിക്കുന്നതാകണം. ഹബീബായ റസൂലുള്ളാഹിനോടുള്ള ഇഷ്ക് വേണം, അതിലങ്ങ് ലയിക്കണം. പെങ്ങളെ, ഏതോ ഒരുത്തന്റെ മേനിമിടിപ്പും അവന്റെ ക്യാൻവാസിങ്ങും അവന്റെ വിളിയും പറച്ചിലും അവന്റെ കണ്ണും കാലും കണ്ടിട്ട് നിന്റെ ജീവിതം ഹോമിക്കാതെ ഹബീബായ നബി തങ്ങളെ ഇഷ്ക് വെച്ചുകൊണ്ട് ജീവിച്ച് അതിലായി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളെ കൈയൊഴിയല്ലേ റബ്ബേ. ഈ മജ്ലിസ് റസൂലുള്ളാഹിന്റെ ഹളറത്തിൽ കാണിക്കപ്പെടുന്ന മജ്ലിസ് ആക്കണേ റബ്ബേ. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم.